ഈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ നിങ്ങളടുത്തേക്ക് വരിക, വിളവെടുപ്പ് കാണിക്കുക, കൃഷി എടുക്കുന്നത് കാണിക്കുക, പൂക്കളെ കാണിക്കുക ഒക്കെയാണല്ലോ. ഇന്ന് വരുന്നതും ഞാൻ ഒരു വിളവെടുപ്പ് കാണിക്കാനാണ്. ആ വിളവെടുപ്പ് ഒരു മെഗാ വിളവെടുപ്പാട്ടോ. കാരണം ഞാൻ ഓണത്തിനേക്ക് വേണ്ടി കുറേ സംഭവങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓണം വരെ കാത്തു നിൽക്കിയിരുന്നു അന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇന്ന് ഞാൻ വിളവെടുക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ വെച്ച് വിളവെടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എത്ര വലിപ്പമുണ്ട്, ചേന വിളവെടുക്കുന്നുണ്ട്, അത് ഇത്ര ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളും ഞാനും കാണുന്ന ഒരേപോലെ ആയിരിക്കും, വിളവെടുക്കുമ്പോഴേ കാണുള്ളൂ. ചേന, ചേമ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്ന് വിളവെടുത്ത് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി, നമുക്ക് വിളവെടുക്കാലോ. ഇവിടെ ഒരു ചേന ഉണ്ട്. ഓണത്തിലേക്ക് വിളവെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ചേന ഞാൻ കവറിൽ ചാക്കിൽ നട്ടതായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിളവെടുക്കാൻ കഴിയൂല, ഞാൻ പുറത്തേക്ക് എടുക്കുക. കവറിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ എവിടേക്കാണ് അങ്ങോട്ടേക്ക് വലിച്ച് കൊണ്ടുവരാം, എന്നിട്ട് ഇങ്ങ് വിളവെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നാരങ്ങ കണ്ടോ, നാരങ്ങ കായ്ച്ചത് അതിന് വിളവെടുത്തതാ. അതിനൊരു കോട്ടം തട്ടാത്ത രീതിയിൽ വേണം എടുക്കാൻ. സ്ഥലം അധികം ഇല്ലേറ്റ് എല്ലാ സ്ഥലത്ത് എന്തെല്ലോ നിറച്ച് പിടിപ്പിച്ചിട്ട് ഇത് എടുക്കാൻ കഴിയുമോ നോക്കട്ടെ. ചേന എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. എന്താ അങ്ങോട്ടേക്ക് എൻ്റെ നാരങ്ങക്കൊന്നും പറ്റിയത്, എൻ്റെ ചെറുനാരങ്ങക്ക്. അതാ അപ്പം ഞാനാ എന്താ ഉണ്ടാകുമെന്നല്ല അറിയാം. എൻ്റെ കളിയാക്കരുത് ആരും. ഞാൻ ചാക്കിലങ്ങ് നട്ടതായിരുന്നു. എന്താ എങ്ങനെയുണ്ട്? ഇതിപ്പോൾ വിളവെടുക്കാനാവൂലേ? ഓണത്തിലേക്ക് വേണ്ടി വെച്ചതാ ഇത്. ഓണം വിളവെടുപ്പ. വെളിച്ചത്തേക്ക് വരട്ടെ, നടന്ന് നിന്നൂടാ. ഇവിടെ ഒരു മത്തം വള്ളി ഇങ്ങനെ ഇതിൽ കൂടെ വന്ന് കണ്ടോ. എന്തായാലും ഉഷാറിൽ മത്തം വള്ളി ഉണ്ടായിന്. ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കട്ടെ. എല്ലാം പിടിപ്പിച്ചിട്ട് ഒന്നിനോട് സ്ഥലവും ഇല്ല, അങ്ങ് പോയിക്കോളൂ. വെളിച്ചം കിട്ടുന്നോടത്ത് ഇങ്ങനെ പോവും മത്തം വള്ളി. അതിൻ്റെ മരട് അങ്ങ് ഇടവാ, ഇതങ്ങ് വെട്ടുക. ഇത്രയും മൂത്തത് പിന്നെ ഈ മത്തന് ഈ ചേനത്തണ്ടൊക്കെ നമ്മൾ ഉപ്പേരി വെക്കലോ, ഇത് പറ്റൂരാൻ തോന്നുന്നുണ്ട്. ഏതായാലും ഞാനിത് ചെടീനെ മറ്റിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ നബിദിന പരിപാടിയാണ് മദ്രസയിൽ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഞാൻ കൈക്കോട്ട് എടുക്കട്ടെ. ഇതിന് കൈക്കോട്ട് വേണ്ട, കത്തിയ. കവറ് കീറിക്കൂടാ, കവറ് നമുക്ക് എന്തിനെങ്കിലും എടുത്തൂടെ. ഞാനൊന്നിങ്ങനെ മാറ്റി വെക്കട്ടെ. ഉണ്ടോ അല്ലേ അറിയില്ല, നോക്കട്ടെ. കുറച്ച് കാണുന്നുണ്ട്. ഇത് പഴയ ചാക്ക കീറി, ഞാൻ നോക്കിയിട്ട് കാര്യമല്ല. ഉണ്ടോ? നിങ്ങളെപ്പോലെ ഞാനും അത്ഭുതമായിട്ടാ കാണുന്നത്. ഇല്ലേ? വിളവെടുക്കുമ്പോ നോക്കട്ടെ, എല്ലാം വെട്ടി മാറ്റട്ടെ കേട്ടോ. വിചാരിച്ച പോലെ അല്ലേ, ചെറിയ വിത്താ നട്ടിരുന്ന്. ഞാൻ എല്ലാം വെട്ടി നോക്കട്ടെ. ഞാൻ ചാക്കിൽ നട്ട പിന്നെ ചേന ആദ്യം തന്നെ ചെറിയ വിത്താ നട്ട് കിട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശാഖകളൊക്കെ പോകുന്നതാണ്. ഇത് മതി ശരിക്കും നമുക്ക് ഒരു ഉപ്പേരിക്ക്, ഇത് മതി. ഇതുണ്ട്. ചേന മാത്രമല്ല, എന്തെങ്കിലും കൂട്ടി വെക്കാനൊക്കെ കണ്ടില്ലേ, ഇത്രയും കിട്ടിയില്ലേ. അതും ഞാനൊരു കവറിൽ ചെറിയ പീസ് വെച്ചിട്ട്, ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്ര ഉള്ളൊരു പീസാണ് ഞാൻ വെച്ചത്, ചെറിയൊരു വിത്ത്. അതുകൊണ്ട് ഇത്രയും കിട്ടി. അപ്പം ചേന വിജയിച്ചിട്ടുണ്ട്. വലിയതാണെങ്കിൽ നല്ല വലുപ്പത്തിൽ കിട്ടും. ചേന നടുമ്പോലെ വെക്കും. നമ്മൾ വലിയ പീസാണ് വെച്ച് വെച്ചാൽ വലിയ ചേന കിട്ടും. ചെറിയ പീസാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇത്രയും കിട്ടിയതിൽ നട്ടതിൽ കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത വിളവെടുക്കട്ടെ കേട്ടോ. ഇനി വിളവെടുക്കുന്നത് എന്താ അറിയോ?
ചെറിയ തക്കാളി, കുഞ്ഞി തക്കാളി നല്ലൊരു ഔഷധ ഗുണമുള്ളതാ. ഞാനിവിടെ ഉണ്ടായപ്പോൾ ഞാനത് കളഞ്ഞില്ല. ഇതുണ്ടല്ലോ, കുറേ ഉണ്ടെങ്കിൽ ഇത്ര പോലും ഉണ്ടെങ്കിൽ കറി വെക്കാൻ ഫസ്റ്റാ. ഇത് പല ഷുഗർ രോഗികൾക്ക് അവർക്കൊക്കെ അത് നല്ലതാ. അതുകൊണ്ട് ഞാനത് പറിച്ച് ചാടിയില്ല. പച്ചയൊക്കെ എടുക്കാം, ഞാൻ പച്ചയൊക്കെ എടുക്കുന്നുണ്ട്. പണ്ട് ഇവിടെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വലുത് പോറ്റുന്നത് കൊണ്ട് വളർത്തുന്നത് കൊണ്ട് ഇതൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ അതിൻ്റെ കലയിൽ മുളച്ചുണ്ടായതാ. ഇതെല്ലാം ഉണ്ടാവും. ഇതിന് അങ്ങനെ ഒന്നും നമ്മൾ പരിചരണം വേണ്ട. കണ്ടില്ലേ, ഞാൻ ഫുള്ള് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ തക്കാളി കണ്ടോ, നിറയെ ഉണ്ടാവും. ഇതിനങ്ങനെ ഒന്നും നമുക്ക് രോഗം ഉണ്ടാവൂല, പ്രാണികൾ കുത്തൂര, ഒന്നുമില്ല, നല്ലോണം ഉണ്ടാവും. എന്താ ഇത് നമുക്ക് 2-3 കൊല മതിയിട്ട് നമുക്കൊരു കറി വെക്കാൻ നല്ല പുളി, നല്ല ടേസ്റ്റാ അത്. ഇപ്പം ഞാനിത് പോറ്റല, ഇതിന് ഇവിടെ നിന്നോട്ടെ. ആദ്യം കളഞ്ഞാലും ഇപ്പം പിന്നെ ഉണ്ടായി ഞാൻ കളയൂല. ഒക്കെ ആണല്ലോ, എല്ലാവർക്കും അവധിയൊക്കെ ആണല്ലോ, അപ്പം വിരുന്നുകാരൊക്കെ ഉണ്ടാവും, വരുമല്ലോ. അപ്പം നമുക്ക് നാരങ്ങ പറിച്ച് വെക്കാന്നേ ഉള്ളൂ. മഴയത്ത് ഓടണ്ടല്ലോ, ഇവിടെയൊക്കെ മഴയപ്പോൾ. ഇപ്പം ഒന്നും കുറച്ച് മഴ കുറഞ്ഞേ ഉള്ളൂ. 2-3 പറിച്ചു. ഇത് മതി, ഇതന്നെ ധാരാളം കേട്ടോ, നല്ല പുളിയത്. ഇനി വേറെ വെള്ളമെടുക്കട്ടെ. ഇതെൻ്റെ ജാതിക്കയാട്ടോ. ഈ കളറ് പഴുത്തിട്ട് ഒന്ന് പൊട്ടുമ്പോഴാണ് താഴെ വീഴുക. ഇതാ കണ്ടില്ലേ, ഇവിടെ നിറച്ച് മരങ്ങൾ ചെടികൾ നിറച്ചങ്ങ് നട്ടിട്ട് ശ്വാസം വിടാൻ കഴിയുന്നില്ല ചെടികൾക്ക് തന്നെ. ഞാൻ നിറച്ച് നോക്കി ഇവിടെ ഒക്കെ വീടൊക്കെ പെറുക്കിയിട്ടേ ആ കൊണ്ടുപോവാന്ന് വിചാരിച്ചതാ. നിറയെ തൈകളും, ഇതൊക്കെ തൈകളാ. ആർക്ക് വേണമെങ്കിലും ഞാൻ ജാതിൻ്റെ തൈകൾ കൊടുക്കും. അത്രക്കുണ്ട് ഇവിടെ. നോക്ക്, ഇതൊക്കെ തൈകളാ, നിറഞ്ഞ് കിടക്കുന്നു. ഇതൊക്കെ പൊട്ടി വീണ് ചതറിപ്പോയി. ഇതെന്താണെന്നറിയോ, എൻ്റെ ഏലം കണ്ടോ, ഏലം ഇതാ അവിടെ നോക്കി, ഏലം ഉഷാറായത്. ഏലത്തിന് മണ്ണ് കൂട്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒഴിവ് കിട്ടേണ്ട. ഇവിടെ ഫുൾ മഴയാ, ഒന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല. ജാതി ആവുന്നതാവുന്ന പൊട്ടി കീറി അതിൻ്റെ ജാതി പത്രിക തെറിച്ച് വീണുപോയി, നമുക്ക് കിട്ടുന്നില്ല. അതാ ഒന്ന് താഴെ ഉണ്ട്. എന്താ ഇതാണ് ജാതി പത്രിക താഴെ വീണത്. ഇതിങ്ങനെ പൊട്ടിയിട്ട് അങ്ങ് വീണ് പോവുക കേട്ടോ. മൊത്തം അതാ എത്ര ഉണ്ട്, അതെല്ലാം ഇവിടെ നോക്കിയാൽ കാണാം. ഇനിയിപ്പോൾ മഴ പോയാലേ ഇത് പെറുക്കാൻ കഴിയുള്ളൂ. ഇതാ ഉണ്ട്, കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ല വിലയാ. ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്നവർക്ക് അതിനിപ്പോൾ ഇത്രേ പെറുക്കുന്നുള്ളൂ. ജാതി മേലേന്ന് ഞങ്ങളൊന്ന് ഇങ്ങനെ അടിച്ച് വീഴ്ത്തിയതാ കണ്ട, ഈ മഞ്ഞ കളറിൽ. എന്താ 3 അങ്ങനെ കിട്ടി. ഇതിപ്പോൾ വീണിതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് വിത്ത് ഉണ്ടാവുക. ഇത് എന്തിനെങ്കിലും ചിലർ അച്ചാറിടാനൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ഞാനിതുവരെ എടുത്തില്ല. എനിക്കിഷ്ടം പോലെ ജാതിൻ്റെ കിട്ടി, ജാതി പത്രികൻ്റെ ചോട്ടിന്ന് കിട്ടി. ഞാൻ കഴുകിയിട്ട് കാണിച്ചിരുന്നുണ്ട്. ഇനി അടുത്ത വിളവെടുപ്പ്. ഇതൊക്കെ അതൊന്നുമില്ല, ഇതൊക്കെ പൊട്ടിച്ചിട്ടതാ. അതാ ഇതിലിതാ ചായമൻസിൻ്റെ ഇലയാണ് പച്ചക്കറിയായിട്ട് നമ്മൾ ഭക്ഷ്യയോഗ്യം. ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടു. മറ്റ് ചീരകൾക്കുള്ള ഗുണമൊന്നുമല്ല ഇതിനുള്ളത്, അതിനേക്കാളും ഇരട്ടിയാണ്. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാ. ഇതിൻ്റെ തണ്ടം കൊണ്ടുപോയി കുത്തി കൊടുക്കും, ഇവിടെ അങ്ങ് ഇട്ടാൽ മതി. ചായമൻസ് ഇല്ലാത്തവരൊക്കെ ഓരോ കമ്പൊക്കെ നട്ടു നോക്കി. ഇവിടെ ആര് വന്ന് ചോദിച്ചാൽ ഈ കമ്പ് ഞാൻ കൊടുക്കും. എന്താ ഇത്രയും പറിച്ച്, ഇത് മതി ഇന്ന്. ഇത് നോക്ക്, ഇത് എൻ്റെ ബട്ടർ പൂത്തത്. ഞാൻ പല ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബട്ടർ പൂത്തോ എന്ന്. അവരൊക്കെ ഒന്ന് പറയുന്നത് പൂത്തില്ല എന്നാട്ടോ. നോക്ക്, എൻ്റെത് ഇപ്പം പൂത്താനുള്ള ഗുണം എന്താ അറിയോ, നല്ല വേനൽക്ക് നല്ല കായ് കിട്ടും നമുക്ക്. ബട്ടറിന് എന്താ ഡിമാൻഡ്. എല്ലാവരും ഇപ്പം നല്ല സമയമാണ്, തൈ വാങ്ങി വെച്ചോളൂ. നഴ്സറി പോയാൽ കിട്ടും ഇതിൻ്റെ തൈ.
ഇതെൻ്റെ പാൽച്ചേമ്പാട്ടോ. ഞങ്ങൾ പിലാത്തി ചേമ്പ് എന്ന് പറയും, പാൽച്ചേമ്പ് എന്ന് പറയും. ഇത് കുറേ ഇതുണ്ടായിട്ട് ഞാൻ വിചാരിച്ച ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. പക്ഷെ എന്നിട്ടും ഇലയൊന്നും കണ്ടിട്ട് നമുക്ക് വിളവെടുക്കാനാവാത്ത രീതി. എനിക്ക് തോന്നുന്നു വിത്ത് വീണ്ടും മുളച്ച് ഉഷാറാവുകയാണോ. ഞാനൊന്ന് മാന്തി നോക്കട്ടെ വിത്തുണ്ടോ എന്നുള്ള അറിയാൻ. ഞാൻ അതിന് വെച്ചതായിരുന്നു. ഇത് അറിയില്ല, നോക്കട്ടെ. ഞാൻ മാന്തിയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇതിനും പെരിച്ചായി വന്ന് എന്നെ ആക്രമിച്ചോന്നറിയില്ല. ഇതിനെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ എന്നെ ആക്രമിക്കും പോലെ എനിക്ക് തോന്നല്. ഞാനൊന്ന് മാന്തി നോക്കട്ടെ കേട്ടോ. മാന്തി ഇവിടെ എത്തിയിട്ട് എന്തോ ഭാഗ്യത്തിന് പെരിച്ചായി വന്നിട്ടില്ല. അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ കാണുന്നുണ്ട്, ഇതാ കണ്ടോ, കാണുന്നുണ്ട് മക്കളെ. ഇതിൻ്റെ തന്നെ എൻ്റെ മക്കള അടിപൊളി. ആവശ്യത്തിന് മതിയല്ല, ബാക്കി ഞാൻ മൂടി വെക്കും. എന്താ ഇത്ര എടുക്കുന്നുള്ളൂ. ഉണ്ട് കേട്ടോ, ഇനിയും ഉണ്ട്. എന്താ ഈ 2 എണ്ണം മതി, ഇന്ന് 2 എണ്ണം മതി. ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുത്താട്ടെ. നമുക്ക് ആവശ്യം വരുമ്പോൾ മതിയല്ല. നമ്മളെ വീട്ടിലുണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് മാത്രം വിളവെടുത്താൽ മതി. എന്തോ പെരിച്ചായി ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞീണ്, എന്താ അറിയില്ല. ഞാൻ മണ്ണിട്ട് കൊടുത്താലേ ഇനി നമുക്ക് വേണമല്ലോ, ചുറ്റും ഉണ്ടാവുമല്ലോ കിഴങ്ങ്. ഞാനൊരു സൈഡിൽ നിന്ന് മാത്രമേ എടുത്തുള്ളൂ. അങ്ങോട്ട് കൊടുത്താൽ ഞാൻ ഇതിനിട്ട വളം എന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒക്കെ ചെത്തിക്കോരിയ പുല്ല് മാത്രം, അത് ഞാൻ ഇടും. അത് ഇട്ടിട്ട് മണ്ണങ്ങ് ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ചിന് അടിയിൽ തുളച്ചിട്ടുണ്ടാവുന്നില്ല കേട്ടോ. കപ്പ നശിപ്പിച്ച പോലെയല്ല, നശിപ്പിച്ചില്ല. എന്താ 2 എണ്ണം ഇതുപോലെ. ഇപ്പം എനിക്ക് 1 മതി. ഷറേക്ക് ഇതെന്താ അറിയോ, ഇതാണ് എൻ്റെ ചീരച്ചേമ്പ്. ചീരച്ചേമ്പിൻ്റെ ഗുണങ്ങളെ പറ്റി പറയേണ്ട ആവശ്യമല്ലല്ലോ. ഇത് കഴിച്ചാൽ ചീര കഴിക്കും പോലെ അല്ല, അതിനേക്കാൾ ഇരട്ടി ഗുണമായി ഈ ചീരച്ചേമ്പ് കഴിച്ചാൽ. പ്രധാനമായി നമ്മൾ യുവത്വം നിലനിർത്തുന്ന കേട്ടോ. ഹൃദയാരോഗ്യം, ഷുഗർ ഉള്ളവർക്ക് ഒക്കെ അത് നല്ലതാണ്. അപ്പം ഞാൻ ആവശ്യത്തിന് മാത്രമേ വിളവെടുക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് കൂടുതലൊന്നും വേണ്ടല്ലോ. ഞാൻ ഒന്നായിട്ട് വിളവെടുത്ത് കാണിച്ചിട്ട് കാര്യമല്ല, ചിലവാകൂല. ഞാൻ വിത്ത് ഇതുണ്ടാവില്ല, അത് വിത്തും ഉണ്ടാവില്ല. അതിനത് ചൊറിയൂര, എല്ലാവർക്കും ഉണ്ടാവും ഇട്ട. അത് കഴിച്ചാൽ ചൊറിയില്ല. ചേമ്പിൻ്റെ ഇലല്ലേ അല്ല കേട്ടോ, അത് ഒരിക്കലും ചൊറിയൂര. ഇത് ഇവിടെ പാട്ടൊക്കെ ഉണ്ട്, ഞങ്ങൾ അതും കേൾക്കും അതിൻ്റെ ഇടയ്ക്ക്. ഞാനിതങ്ങ് വിളവെടുത്താട്ടെ. ഇപ്പം എല്ലാവരും ചീരച്ചേമ്പൊക്കെ നട്ട് പിടിപ്പിക്കുക. നമുക്ക് തോരൻ വെക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ തൈ വരും. ആ തൈ ഞാൻ മാറ്റി കുഴിച്ചിട്ടിട്ട് അത് ഉണ്ടാക്കുന്നത് കണ്ടോ. അടിപൊളി ചീരച്ചേമ്പ്. എടുക്കുന്നത് ചതുരപ്പയർ. ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പയറാ. അത്രക്കും മാംസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഓരോന്ന് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ വിളവെടുക്കുക. നമുക്ക് ഇത് മൂത്ത ഒന്നിനും പറ്റൂല, ചകിരി പോലെയാ. ഇത് ഇളമങ്ങ് പറിക്കാൽ നമ്മൾ നട്ടുണ്ടാക്കിയാണെങ്കിൽ. ഞാൻ വിളവെടുക്കുന്നത് പൊന്നാങ്കണ്ണി ചീര. പേര് പോലെ തന്നെ കണ്ണിന് പൊന്ന. അപ്പം നമുക്ക് എത്ര ആളുണ്ടോ അത്രയും അനുസരിച്ച് വിളവെടുത്താൽ മതിയല്ലോ. നമ്മൾ നട്ടുണ്ടാക്കി അങ്ങനൊക്കെ ഒരു ഗുണമുണ്ട്. ആവശ്യമുള്ളത് മാത്രം വിളവെടുത്താൽ മതി. പിന്നെ അത് മാത്രമല്ല, പൊന്നാങ്കണ്ണി ചീര ഞാൻ എവിടെ നട്ട് നോക്ക്. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് മുറിച്ച് പള്ളഭാഗം കട്ട് ചെയ്ത് അതിലങ്ങ് നട്ടാ. സ്ഥലമില്ലാത്തവർക്കൊക്കെ അങ്ങനെ നടാം. ഇതിൻ്റെ തളിര് മാത്രം നമുക്ക് തോരൻ വെക്കാം, ബാക്കിയെല്ലാം നമുക്ക് നടാം. എന്നോട് കുറേ പേര് പൊന്നാങ്കണ്ണി ചീര തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കുറേ അങ്ങ് ഉണ്ടാക്കിയിട്ട് അങ്ങ് വിതരണം ചെയ്താലോ. അങ്ങനെ ഒരു പ്ലാൻ എനിക്കുണ്ട്. കാരണം ഞാൻ വീഡിയോ ഇട്ട് അപ്പം ചോദിക്കൂ ഇത് തരുമോ എന്നുള്ളത്. എങ്ങനെ തരാൻ എനിക്ക് അറിയുന്നില്ല, ഞാൻ എങ്ങനെ തരുന്നതെന്നുള്ളത്. എനിക്ക് മൊബൈൽ നമ്പറൊന്നും ഞാൻ എവിടെയും കൊടുത്തിട്ടുമില്ല. ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഫുള്ള് വിളവെടുത്തിട്ട് കാണിച്ചു തരാം. ചെറിയൊരു പോട്ടിൽ നട്ട് കൊണ്ടേ നമുക്ക് അവിടെ വെയില്. അപ്പം വിളവെടുക്കാൻ പോട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്തെല്ലാം ഗുണമുള്ളത് പോട്ട് നട്ടാൽ നല്ല ഉണ്ടായും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഉണ്ടാവും. പിന്നെ പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവും, അതെന്താ പച്ച കളറല്ലാത്തത്. ഇത് നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചുവപ്പ് കളറാണ്. തണലത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഇതിന് പച്ച കളറാണ്. അപ്പം ഇത് നല്ല വെയിലത്താ. അത് ഞങ്ങോട്ട് എടുത്തതാ. എനിക്ക് ഇവിടുന്ന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് എടുക്കട്ടെ.
ഇവിടെ ഒരു കാബേജ് ഉണ്ട്. ഈ കാബേജ് എനിക്ക് വിളവെടുക്കണം. ഇവിടുന്ന് ആവൂല. ഞാൻ കാബേജ് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. കുനിഞ്ഞ് വിളവെടുക്കാനാകുന്നില്ല. പണിയെടുത്ത് തളർന്നിട്ട് കുനിഞ്ഞെടുക്കാനാവൂല. അപ്പം ഞാൻ നിവർത്തി ഇങ്ങനെ നിന്നുകൊണ്ട് എടുക്കാന്ന് വിചാരിച്ചു. കാബേജ് ഉണ്ടോ? കാബേജ് അടിപൊളി കാബേജ്. ഇത് ഞാൻ ഓണത്തിനേനു ഈ കാബേജ് ഇല്ലേ, ഞാൻ ഓണത്തിന് വേണ്ടിയിട്ടാണ് നട്ട് പിടിപ്പിച്ചത്. അപ്പോൾ ഓണാകുമ്പോൾ ഒരു കാബേജ് കിട്ടി. കാബേജ്, ചേന, ചേമ്പ് ഒക്കെ ഞാൻ ഓണം ഇരുന്നതിൻ്റെ ടാർജറ്റ്. അങ്ങനെ ഓണാകുമ്പോഴത്തേക്ക് എനിക്ക് കാബേജ് കിട്ടി. ചേമ്പ് നിങ്ങൾ വിളവെടുത്ത് കണ്ടില്ലേ, ഞാൻ 2 എടുക്കുന്നുള്ളൂ, എനിക്ക് അത്ര മതി. ചേനയും ചെറിയൊരു ചേന ഞാൻ വിളവെടുത്തത് ആവശ്യത്തിന് മതിയല്ലോ, ഇതിനെ കൂടുതൽ പറിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ കാബേജ് വിളവെടുക്കാൻ പോവുക. ഈ കാബേജ് എനിക്ക് എങ്ങനെ കിട്ടിയെന്നറിയാം. ഇപ്പം എവിടെ ഇല്ല കാബേജിൻ്റെ തൈ പഴയ കാബേജ് വിളവെടുത്തതിൻ്റെ തണ്ട് മുളച്ചുണ്ടായി അത് പറിച്ചെടുത്ത് കിട്ടിയ അങ്ങനെ നട്ടുപിടിപ്പിച്ചതായത്. ഇപ്പം ഞാനത് വിളവെടുക്കട്ടെ. ഞാൻ കാബേജ് വിളവെടുക്കാൻ പോവുക. മാഷാ അല്ലാ, നല്ലൊരു കാബേജ് കിട്ടി. കണ്ടോ, നല്ല അടിപൊളി കാബേജ്. ഇത് നമുക്ക് 3-4 പ്രാവശ്യം ഉപ്പേരി വെക്കാനുണ്ട്, തോരൻ വെക്കാനുണ്ട്. ഞാനിപ്പോൾ ഇത് വിളവെടുത്തിയില്ലേ, അപ്പം നമ്മൾ ഇതൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക. അതൊക്കെ തോരൻ വെക്കിന് കേട്ടോ, നല്ലതായി തോരൻ വെക്കാൻ. പക്ഷെ എനിക്ക് കണ്ടമാനം ഉള്ളത് കൊണ്ടേ ഓരോന്ന് പിടിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ തോരൻ വെക്കുന്നില്ല. ചിലർ പറഞ്ഞേക്കാം കാബേജിനേക്കാളും ടേസ്റ്റ് തോരനാണ്, ഇതിനാണ്, ഇലക്കാണ് കൊടുക്കിയിരുന്നു. അപ്പം ഇത് നമ്മൾ വെട്ടിങ് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് എങ്ങനെയാണ് നമുക്ക് തൈ ഉണ്ടാകുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്ന. ഇനി നമ്മൾ നനക്കണ്ട. ഇതൊക്കെ ഇവിടെ നിന്നോട്ടെ, ഒന്നും കുഴപ്പമൊന്നും. ഇതൊക്കെ വളയിക്കോളൂ. നമ്മളിപ്പോൾ തോരൻ വെക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഇതിമേലിനി ചുറ്റും കാബേജ് തൈ വരും. ചുറ്റും. അപ്പം നമുക്ക് അതിങ്ങനെ അടർത്തിയിട്ട് കൊണ്ടുപോയി നട്ടാൽ നല്ല കാബേജിങ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ചെയ്തത് ഇതങ്ങനെ ചെയ്ത് നമുക്ക് തൈ വാങ്ങാൻ നഴ്സറിയിലൊന്നും പോകണ്ട. നമ്മൾ മനസ്സ് വെച്ചാൽ മതി. ഇത് അനങ്ങാടങ്ങ് നിർത്തിയാൽ അടിപൊളിയായിട്ട് തൈ വരും. ആ തൈ വരുന്നത് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ കാണിച്ചു തരും. വിളവെടുപ്പാ ഞാൻ എന്തൊക്കെയെന്നുള്ള ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഇതാ എൻ്റെ ചീരച്ചേമ്പ് ഒന്നും ഒതുങ്ങൂല. 2 ഇല മതി ഒരു കുടുംബത്തിന്. ഇത് ഭയങ്കര. ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. ചീരച്ചേമ്പ് ഒക്കെ വീണു പോകുന്നുണ്ട്. പിന്നെ ഇതാ ചായമൻസ പിന്നെ ഒതുങ്ങൂ. പിന്നെ കാബേജ്, ഇതെൻ്റെ പൊന്നാങ്കണ്ണി. എന്താ പിന്നെ ചതുരപ്പയർ, ചെറിയ തക്കാളി നല്ലതാട്ടോ. ചെറിയതാന്ന് വിചാരിച്ചിട്ടൊന്നും വിചാരിക്കേണ്ട, നല്ലതാ. പിന്നെ ഞാൻ തൽക്കാലം 3 ചെറുനാരങ്ങ വിളവെടുത്തതാണ്. നമുക്ക് എന്തെങ്കിലും ജ്യൂസ് അടിക്കാലോ. പിന്നെ എൻ്റെ ചേന ഒരു കുടുംബത്തിനൊന്നും അല്ല, ഇത് കുറച്ചധികം ഉണ്ട്. ഇത് എൻ്റെ ചേന. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ചേമ്പ് 2 കിഴങ്ങ് മാത്രമേ എടുത്തുള്ളൂ, 2 ഇത് മാത്രം. പിന്നെ ജാതി ഓണുമായിട്ട് ബന്ധപ്പെട്ട് വിളവെടുത്തല്ല, ഞങ്ങൾ താഴെ പോയപ്പോൾ എടുത്തതാ. ജാതി പത്രിക കണ്ടില്ലേ, ജാതി പത്രിക. ഈ ജാതിൻ്റെ തൈ ആർക്ക് വേണമെങ്കിലും തരാം. എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് വീണിട്ട്. അപ്പോൾ എൻ്റെ വിളവെടുപ്പ് ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.